2 വർഷത്തിലേറെയായി മെഡിക്കൽ ഓഫീസർ തസ്തിക ഒഴിഞ്ഞുകിടന്നിരുന്ന പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ 2 പുതിയ ഡോക്ടർമാരെ സംസ്ഥാന സർക്കാർ നിയമിച്ചു. നിയമനം ലഭിച്ച ഇരുവരും ഇന്നലെ തന്നെ ചുമതലയേറ്റതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ചെറുപുഴ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു ദിനമാണിത്. കാരണം നമുക്കറിയാം, ചെറുപുഴ പഞ്ചായത്തിൻ്റെ പുളിങ്ങോം FHCയിൽ ഒരു മെഡിക്കൽ ഓഫീസർ ഇല്ലാതെയായിട്ട് 2.5 വർഷത്തിന് മുകളിലായിരുന്നു. മലയോര മേഖലയുടെ ഏക ആശ്രയമാണ് പുളിങ്ങോം FHC എന്നുള്ളത്. കാസർഗോഡ് ജില്ലയിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്നും രാജഗിരി ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ പട്ടികജാതി പട്ടികവർഗക്കാരൊക്കെ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് പുളിങ്ങോം FHC എന്നുള്ളത്. നിരന്തരമായി ഇതിനു വേണ്ടി പുതിയ VD സതീശൻ്റെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. ചെറുപുഴ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനവുമായി ഭരണസമിതി അംഗങ്ങൾ തിരുവനന്തപുരത്ത് പോയി. അപ്പോൾ അതിലേക്ക് പ്രധാനമായി ഞങ്ങൾ വെച്ചിരുന്ന ഒരു നിർദ്ദേശമായിരുന്നു പുളിങ്ങോം FHCയിലേക്ക് ഒരു സ്ഥിരമായി ഒരു മെഡിക്കൽ ഓഫീസറെ നിയമിക്കുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ കണ്ടു, നിവേദനം നൽകി. പെട്ടെന്ന് തന്നെ അദ്ദേഹം അതിനൊരു തീരുമാനമുണ്ടാക്കി തന്നു. നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ഒരു ഡോക്ടറെ നമുക്ക് മെഡിക്കൽ ഓഫീസറായിട്ട് നിയമിച്ചു തരികയുണ്ടായി. അതോടൊപ്പം തന്നെ നിലവിൽ അവിടെ 2 ഡോക്ടർ കൂടി ഒഴിവുണ്ടായിരുന്നു. കാലങ്ങളായി നമുക്ക് പെരിങ്ങോം മെഡിക്കൽ ഓഫീസറാണ് ആഴ്ചയിൽ 2 ദിവസത്തെ സേവനത്തിനായി അവിടെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 200ഓളം രോഗികൾ ഒരു ദിവസം അവിടെ വന്നു പോകുന്നതാണ്. അപ്പോൾ 2 താൽക്കാലിക ഡോക്ടർമാരുടെ ഒഴിവുകൂടി ഉണ്ടായിരുന്നു. അതിനും ഒരു പരിഹാരമായി കഴിഞ്ഞ ദിവസം കണ്ണൂർ മെഡിക്കൽ DMRD അടുത്ത് പോയി നമ്മുടെ നാട്ടിലെ തന്നെ ഒരു ഡോക്ടർ റാഹില എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കൂടി നമ്മൾ ഇൻ്റർവ്യൂവിന് പറഞ്ഞു വിട്ടു. ആ ഡോക്ടർക്കും ഇവിടെ പുളിങ്ങോം FHCയിലേക്ക് നിയമനം കിട്ടുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ ആ ഒരു FHC എന്ന് പറഞ്ഞാൽ ഈ ഒരു പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണ്. അപ്പോൾ അവിടെ ഒരു ഡോക്ടർ ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഈ 2.5 വർഷക്കാലം ഏറെ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്. ഇതിനെല്ലാം ഒരു പരിഹാരം ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതിന് ഈ അവസരത്തിൽ നമ്മുടെ സർക്കാരിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടലുണ്ടായി പുതിയ നിയമനത്തിന് വഴിയൊരുങ്ങിയത്. മെഡിക്കൽ ഓഫീസർ തസ്തിക 2 വർഷത്തിലേറെയായി ഒഴിവായിരുന്നതിനാൽ പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കായിരുന്നു അധിക ചുമതല നൽകി പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. മലയോര മേഖലയിൽ പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ പുതിയ ഡോക്ടർമാരുടെ നിയമനം പ്രദേശത്തെ ആരോഗ്യ സേവനങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്നാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർമാരെ നിയമിച്ച സംസ്ഥാന സർക്കാരിനോടുള്ള നന്ദി പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ലളിത ബാബു, KD പ്രവീൺ, ലീന വില്യം, പഞ്ചായത്ത് അംഗങ്ങളായ ജമീല കോളേത്ത്, VGK ജോൺ, ജോളി സണ്ണി പതിയിൽ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഇന്ന് വളരെ സന്തോഷകരമായ ദിവസമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വർഷങ്ങളായിട്ട് പുളിങ്ങോം FHCയിൽ ഡോക്ടർമാരില്ലാത്തതുകൊണ്ട് രോഗികൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ തിരുവനന്തപുരത്ത് പോവുകയും വിവിധങ്ങളായ വകുപ്പ് മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായ അപേക്ഷകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇവിടെ സൂചിപ്പിച്ച പോലെ പുളിങ്ങോത്ത് മെഡിക്കൽ ഓഫീസർ സ്ഥിരമായിട്ട് നിയമിക്കുക എന്നൊരു ആവശ്യമായിരുന്നു. വകുപ്പ് മന്ത്രി മുരളീധരൻ അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം ഉടൻ തന്നെ അതിന് തീരുമാനമെടുക്കുകയും ഒരു മെഡിക്കൽ ഓഫീസർ നമ്മുടെ നാട്ടുകാരൻ തന്നെ ആശിഷ് ജെയിംസ് എന്ന മെഡിക്കൽ ഓഫീസറെ സ്ഥിരമായിട്ട് ഇവിടെ നിയമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ സ്ഥിരമായിട്ട് ചെറുപുഴ സ്വദേശി തന്നെ ആയിട്ടുള്ള മറ്റൊരു ഡോക്ടറുടെ ഇപ്പം നിലവിൽ 2 സ്ഥിര നിയമനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പുളിങ്ങോം FHCയിൽ നിയമനം നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ഡോക്ടർ നിലവിലുള്ള ഒരു ഡോക്ടർ കവിതയും കൂടെ ഇപ്പം നിലവിൽ അവിടെ ഇപ്പം സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചവരെ 1 മണി വരെയുള്ള OP ആവശ്യത്തിൽ ഡോക്ടർമാർ ഉള്ളതുകൊണ്ട് 4 മണി വരെ എന്നുള്ള സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ രോഗി
ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.